പറ്റില്ല കേട്ടോ. നിന്റെ ഖുർആനിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുന്നവരല്ല ഞങ്ങൾ. വലീദ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ തന്റെ കയ്യിൽ ലഭ്യമായ ഖുർആൻ എഴുതപ്പെട്ട അല്പം ഭാഗങ്ങളുണ്ട് വലീദിന്റെ കയ്യിൽ. ആ ഗ്രന്ഥത്തിന്റെ ഭാഗം രേഖപ്പെട്ട കഷ്ണം, അതിന്റെ ചെറിയ കുറിപ്പുകൾ അത് കയ്യിൽ പിടിച്ച് പ്രവാചകന്റെ മുന്നിൽ നിർത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് വലീദിന്റെ നല്ലൊരു പദ്യമെന്റെ അതുഇദു കുല്ല ജബ്ബാരിൻ അനീദി ഫഹാനദാക ജബ്ബാറുൽ അനീദു ഇദാ മാ ജിഅത റബ്ബക യൗമ ഹാശിരി ഫഖുൽ യാ റബ്ബി മസഖനിൽ വലീദു. വലീദ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, അതുഇദു കുല്ല ജബ്ബാരിൻ അനീദി ഫഹാനദാക ജബ്ബാറുൽ അനീദു. മത്സര്യമുള്ള, ധിക്കാര സ്വഭാവമുള്ള, അഹങ്കാര സ്വഭാവമുള്ള വ്യക്തിത്വങ്ങളൊക്കെയും പരാജിതരെന്ന് പറഞ്ഞിട്ട് നീ ഞങ്ങളെയാണോ മുഹമ്മദെ ഭീഷണിപ്പെടുത്തുന്നത്? എങ്കിൽ ആ അഹങ്കാരി ഞാനാണ്, എങ്കിൽ ആ മത്സര്യബുദ്ധിയുള്ളവൻ ഞാനാണ്, ആ ശത്രുതാ മനോഭാവമുള്ളവൻ ഞാനാണ്. അങ്ങനെ പറഞ്ഞ് നീ എന്നെ ഭീഷണിക്ക് മുന്നിൽ നിർത്തി എന്നെ നീ വട്ടം കറക്കാമെന്ന് മനസ്സിലാക്കേണ്ടില്ല. നിനക്കൊരു കാര്യം കേൾക്കണോ? ഇതാ നിന്റെ റബ്ബിന്റെ കലാമാകുന്ന ഖുർആനാണ് എന്റെ കയ്യിൽ കിടക്കുന്നത്. ആ കടല ഖുർആൻ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ ചെറിയ ചെറിയ തുണ്ടുകളായി കീറി മുറിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഇദാ മാജത റബ്ബക യൗമ ഹാശിരി ഫഖുൽ യാ റബ്ബി മസഖനിൽ വലീദു. ഖുർആനിനോട് തന്നെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് വലീദ് പറയുകയാണ്, നിന്റെ ഭീഷണിയും ഏഷണിയും ഒന്നും എന്റെ മുന്നിൽ നടക്കില്ല. അതേ നിന്റെ റബ്ബ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നൊരു ദിവസം വരാനുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? ആ ദിവസത്തിൽ നിന്റെ യജമാനന്റെ മുന്നിൽ അതേ നീ ഒന്ന് തുറന്ന ഭാഷയിൽ പറഞ്ഞേക്കുക, വലീദ് എന്നെ നിന്ദിച്ചുകൊണ്ട് നിസ്സാരപ്പെടുത്തി എന്നെ തുണ്ടം തുണ്ടമായി പിച്ച് ചീന്തി എറിഞ്ഞിരിക്കുന്നു എന്ന് നീ തന്നെ ഒന്ന് വ്യക്തമായി റബ്ബിനോട് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ് ഖുർആൻ പിച്ച് ചീന്തി വലിച്ചെറിഞ്ഞ് പ്രവാചകന്റെ മുന്നിൽ ഖുർആനിനോടുള്ള ശത്രുത, പ്രവാചകനോടുള്ള ശത്രുത, സിട്ടാവിനോടുള്ള ശത്രുത ഏറ്റവും ക്രൂരമായ ഭാഷയിൽ ബോധ്യപ്പെടുത്തിയ പ്രഗത്ഭനായ ശത്രുവാണ് വലീദ്. പക്ഷേ ഈ വലീദ് പോലും ഖുർആനിനെ സമ്മതിക്കേണ്ടി വന്നു. ആ രീതിയിൽ ഖുർആനിനെ മാത്സര്യ ബുദ്ധിയോട് കൊണ്ടിരിക്കുന്ന വലീദ്, ആ വലീദ് വിശുദ്ധ ഖുർആനിന്റെ ഒരു ഭാഗം അള്ളാഹു പ്രവാചകനിലേക്ക് അവതരിപ്പിച്ചു. ഹമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ആ വിശുദ്ധ ഖുർആനിന്റെ അവതരണം ഇലൽ മസീർ വരെ അങ്ങോട്ട് അവതരിപ്പിച്ചപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖുർആനിക വചനത്തിന്റെ മാധുര്യം, ആ മാധുര്യം മനസ്സ് നിറയെ ഏറ്റുവാങ്ങി അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാകുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനിക വചനങ്ങളെ ആവർത്തിച്ച് ഇങ്ങനെ പാരായണം നടത്തുകയാണ്, ആവർത്തിച്ച് ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. സ്വഹാബത്തിന്റെ ഉള്ളം നിറയുകയാണ്, പ്രവാചകന്റെ മനസ്സ് സന്തുഷ്ടമാകുകയാണ്. പ്രവാചകന്റെ നാവുകൾക്ക് അത് ഉരുവിട്ടിട്ടതിന്റെ ആത്മീയതയുടെ ആ ഏറ്റവും നല്ല ലഹരി വിട്ടുമാറാതെ വീണ്ടും വീണ്ടും ആവർത്തിച്ചിങ്ങനെ ഓതുകയാണ്. ഈ ഓതുന്ന രംഗത്തിന് ആര് സാക്ഷിയാണെന്നറിയോ? വലീദ് സാക്ഷിയാകുകയാണ്. വലീദ് ഈ രംഗത്തിന് സാക്ഷിയാകുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സുന്ദരമായ ശൈലിയിൽ ഈ വിശുദ്ധ ഖുർആനിന്റെ വരികൾ ഇങ്ങനെ ഓതുന്നത് വലീദ് കേട്ടപ്പോ വലീദിന്റെ മനസ്സിന് പെട്ടെന്നൊരു ചേഞ്ചിങ് വന്നു. വലീദിന്റെ മനസ്സ് ആ ഖുർആനിക വചനങ്ങൾ അത് ആവാഹിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങി. വലീദ് നിശ്ചലനായി, നിശബ്ദനായി പ്രവാചകന്റെ ഖുർആനിക പാരായണത്തിൽ നിന്ന് കേൾക്കുകയാണ്. പക്ഷേ അതിന്റെ അർത്ഥഗാംഭീര്യതയിലേക്ക് തന്റെ കയ്യിലുള്ള ഭാഷാശുദ്ധിയുടെ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് തന്നെ വലീദൊന്നും ഇറങ്ങി ചിന്തിച്ചപ്പോൾ അപ്പോഴേക്ക് തന്നെ വലീദിന്റെ മനസ്സിനെ ആ വരികൾ സ്വാധീനിച്ചു കഴിഞ്ഞിരുന്നു. വലീദ് നേരെ പോകുന്നത് തന്റെ കൂട്ടുകാരിലേക്കാണ്, തന്റെ അനുയായി വൃത്തത്തിലേക്ക് ചെന്ന വലീദ്. ആ വലീദ് പെട്ടെന്ന് തന്റെ അനുയായി വൃത്തങ്ങളോട് അറിയാതെ എടുത്ത് വികാരഭരിതനായി പറഞ്ഞു പോവുകയാണ്, വല്ലാഹി ലഖദ് സമിഅ്തു മിൻ മുഹമ്മദിൻ ആനിഫൻ കലാമാ മാ ഹുവ മിൻ കലാമിൽ ബശർ
വലാ മിൻ കലാമിൽ ജിന്ന്. ഓ കൂട്ടരെ, നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? പടച്ചോനെ തന്നെയാണ് സത്യം. ഞാൻ അല്പസമയം മുമ്പ് മുഹമ്മദിൽ നിന്നൊരു വരി എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. ഒരു വല്ലാത്തൊരു മാധുര്യമുള്ള ഒരു വാചകമാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അത് കേട്ടിട്ട് എന്റെ കാതിൽ നിന്ന് അതിന്റെ അലയടി ഇപ്പോഴും മാറുന്നില്ല. എന്റെ മനസ്സിൽ അതിന്റെ ചിന്ത കൈവിടാൻ കഴിയുന്നില്ല. എന്റെ മനസ്സിനെ ആ രീതിയിൽ അത് സ്വാധീനിച്ചു പോയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ആ കേട്ടിരിക്കുന്ന വാക്കുകളുണ്ടല്ലോ, കലാമിൽ ബശർ, അത് മനുഷ്യ സംസാരത്തിൽ പെട്ടതല്ലെന്നുറപ്പ്. വലാമിൽ കലാമിൽ ജിന്ന്, അത് ജിന്നുകളുടെ വചനങ്ങളല്ല എന്നതും എനിക്കുറപ്പ്. വല്ലാത്തൊരു മാധുര്യമുള്ള ഒരു വാക്കുകളാണ്. ഇന്നലഹു ലഹലാവ വ ഇന്ന അലൈഹി ലതിലാവ. അത് കേൾക്കാൻ എന്തു മാധുര്യമാണെന്നറിയോ? അതിന്റെ പാരായണം അതിഗംഭീരം തന്നെ. അതിഗംഭീരമായ പാരായണം, കേൾവിയിലോ ഒരിക്കലും തീരാത്ത മാധുര്യം മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയാണ്. അത് കേട്ടപ്പോൾ അതിന്റെ ഫലങ്ങളെ സംബന്ധിച്ച് ഞാനൊന്ന് ആലോചിച്ചപ്പോ അത് വല്ലാതെ ഫലപുഷ്ടി ഉണ്ടാക്കുന്ന, ഒരുപാട് പ്രതിഫലനങ്ങൾക്ക് അവസരം സൃഷ്ടിക്കുന്ന സംസാരമാണ്. ഒരിക്കലും ഒരു കാര്യം എനിക്കുറപ്പാണ്, ആ ഗ്രന്ഥം എന്നും ഉയർന്നു കിടക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ആ വാചകങ്ങളെ മറികടക്കാൻ മറ്റൊരു ഗ്രന്ഥത്തിന് സാധ്യമല്ലെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യത്തിൽ ഹമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം, ഈ വിശുദ്ധ ഖുർആനിക വചനങ്ങളുടെ പാരായണം കേട്ട വലീദ് ആ പരിശുദ്ധമായ വചനത്തിന്റെ മാധുര്യം മനസ്സിൽ നിന്ന് വിട്ടുമാറാതെ, അതിന്റെ ഏറ്റവും നല്ല സുന്ദരമായ പാരായണത്തിന്റെ ശബ്ദം കാതിൽ നിന്ന് വിട്ടുമാറാതെ, അതിന്റെ അഭിരുചി നുണച്ചിറക്കിക്കൊണ്ട് വലീദ് തന്റെ സംഘത്തോട് ഇങ്ങനെ പ്രവാചകനെ പറ്റിയും പ്രവാചകൻ ഉരുവിട്ട ആ വചനങ്ങളെ സംബന്ധിച്ചും അത് പറയുകയാണ്. ഇത് കേട്ടപ്പോ സുബ്ഹാന ജല്ല ജലാലുഹു, അറേബ്യൻ സമൂഹത്തിനുള്ളിൽ വലിയ ഒരു ഇളക്കം സംഭവിച്ചു. പ്രത്യേകിച്ച് മക്കയിലുള്ള മുശ്രിക്കുകൾ, അവർക്കിടയിൽ വലിയ ചർച്ച വന്നു. എന്താ ചർച്ച? സബാവല്ലാഹി വലീദ്. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? വലീദ് മതം മാറിയിട്ടുണ്ട് കേട്ടോ. വിശുദ്ധ ഖുർആനിന്റെ ഈ സുന്ദരമായ അവതരണത്തിലും അതിന്റെ പാരായണത്തിലും അതിന്റെ മാസ്മരികതയിലും മനം നട്ടുപോയിരിക്കുന്ന വലീദിന്റെ ഖുർആനിനോട് സംവദിച്ചുകൊണ്ടുള്ള തന്റെ അഭിപ്രായ പ്രകടനം, ആ പ്രകടനം കേട്ടപ്പോ മക്കക്കാര് മുഴുവനും, അവിശ്വാസികൾ മുഴുവനും പറഞ്ഞു, അതെ, വലീദ് മതം മാറിയിരിക്കുന്നു. വലീദ് മതം മാറിയതല്ല പ്രശ്നം. വലീദ് മതം മാറിയാൽ തൊട്ടടുത്ത് വരാൻ പോകുന്ന വേറൊരു സൈഡ് എഫക്ട് എന്താണെന്നറിയോ? വല്ലാഹി ലതസ്ബഅന്ന ഖുറൈശ് കുല്ലുഹും. ഇനി ഒരൊറ്റ ഖുറൈശികളെ പിടിച്ചെടുക്കാൻ കഴിയില്ല, മുഴുവൻ ഖുറൈശികൾ ഇപ്പം മതം മാറാൻ തയ്യാറാവും. ആകെ പ്രശ്നമായി. അബൂജഹലിന്റെ മടിത്തട്ടിലടക്കം ചർച്ച നടന്നു. എല്ലാവരുടെയും ചർച്ചയുടെ മുന്നിൽ അബൂജഹൽ വല്ലാതെ ടെൻഷനായി. ഇനി എന്തു ചെയ്യും വലീദിനെ തിരിച്ചു കൊണ്ടുവരാൻ? വലീദിന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു എന്ന കാര്യം ഉറപ്പ്. അല്പം കൂടെ കഴിഞ്ഞാൽ ഒരു കാര്യം സത്യമാണ്, വലീദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, തൗഹീദിന്റെ കലിമ ഉച്ചരിക്കുന്ന ഒരു പ്രഖ്യാപനത്തിന്റെ ഒരു വലിയ കിടിലം കൊള്ളുന്ന ശബ്ദം കേൾക്കാം. ഇത് കാത്തിരിക്കുകയാണ് ഖുറൈശികളൊക്കെ. അപ്പോഴാണ് അബൂജഹൽ ഒരു പുതിയ തന്ത്രവുമായിട്ട് ഇങ്ങനെ കടന്നു വരുന്നത്. എന്താ പുതിയ തന്ത്രം? സ്വാധീനത്തിന്റെ തന്ത്രമാണ്. അബൂജഹൽ പറഞ്ഞു, ഇനി ഒരു കാര്യം കേട്ടെ, അക്കാര്യത്തിൽ നിങ്ങളാരും ടെൻഷനാകണ്ട, വലീദിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു. വലീദ് നേരെ വലീദിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. അബൂജഹൽ വലീദിന്റെ അടുത്ത് പോയിട്ട് അടുത്തൊരു കസാല ഇട്ടിട്ട് ഇങ്ങനെ വളരെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ വലീദ് ചോദിച്ചു, അല്ല സുഹൃത്തെ, എന്തേ ഇപ്പൊ നിനക്ക് പറ്റിയത്? ഇങ്ങനെ ഭയങ്കര ഹമ്മില്, വല്ലാത്തൊരു ടെൻഷനില്. മാലി അറാക ഹസീനൻ യബ്ന അഖി, എന്റെ സഹോദര മകനെ, എന്തേ ഇപ്പൊ ഒരു വല്ലാത്തൊരു ടെൻഷനുള്ള മുഖത്തോടെ നിന്നെ കാണുന്നത്? നിനക്കെന്ത് പറ്റി? ആ സമയത്ത് വലീദിനോട് അബൂജഹൽ പറയാണ്, ഇന്നക സയ്യൻത കലാമ മുഹമ്മദ്, മുഹമ്മദിന്റെ ചില വാക്കുകളൊക്കെ നീ ഇങ്ങനെ വളരെ വലിയ ബഹുമാനത്തോടെ അലങ്കരിച്ച് പറയുന്നുണ്ട് എന്ന് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് സത്യമാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു പാരയും കൂടെ കയറ്റിക്കൊടുത്തു. തൊട്ടടുത്ത് പറഞ്ഞു, അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ദുസ്വഭാവത്തിലും കൂടെ പോയിട്ടുണ്ട്. എന്താ? ഇബ്നു അബൂ ഖുഹാഫയുടെയും ഇബ്നു അബീ കബ്ശയുടെയും ഒക്കെ അടുക്കലേക്ക് പോയിട്ട് അവരുടെയൊക്കെ ചെറിയ വേസ്റ്റുകളായ ഭക്ഷണത്തിന് വേണ്ടി നീ ഇങ്ങനെ കാത്തിരിക്കുന്നു.
ഫതസ്അലു മിൻ ഫദ്ലി തആമിഹിം, അവരുടെയൊക്കെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് കിട്ടാൻ വേണ്ടി അവിടെ ഇങ്ങനെ ഓച്ചാനിച്ചിരിക്കുന്ന ഒരു സ്വഭാവം കൂടെ ഉണ്ട് എന്ന് പറയുന്ന കേട്ടല്ലോ. തറവാടിത്ത ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ഭാഷയിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ അഹങ്കാരം കൂടും. അതാണ് ഈ തറവാടിത്തത്തിന് അങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. അതേ സ്ഥാനത്ത് നല്ലൊരു തറവാടിത്തം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഐഡന്റിറ്റിയാണ്. ആ തറവാടിത്തം കൊണ്ട് നല്ലൊരു ഐഡന്റിറ്റി കിട്ടിയ വ്യക്തിയാണ് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ കുടുംബം ആർക്കും കടപിടിക്കാൻ പറ്റാത്ത, ഒരു തറവാട്ടുകാർക്കും കടപിടിക്കാൻ പറ്റാത്ത അറിയപ്പെട്ട കുടുംബമാണ്. ഇരിക്കട്ടെ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ വിഷയം അബൂജഹൽ വളരെ തന്ത്രപരമായിട്ട് വലീദിന്റെ മുന്നിൽ അങ്ങോട്ട് സമർപ്പിച്ചു. അപ്പൊ വലീദ് പെട്ടെന്ന് അനുസരിച്ച് അതൊരു മോശമാണല്ലോ. നമ്മളെക്കാളും താണൊരു വിഭാഗത്തിന്റെ പോയിട്ട് ഭക്ഷണം വാങ്ങുക, അവരുടെ ചെറിയ ഒരു സഹായമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചെയ്യുന്ന വിഷയമല്ല. ഉടൻ തന്നെ വലീദ് അബൂജഹലിനോട് പറഞ്ഞു, അല്ല സുഹൃത്തെ, സഹോദരപുത്ര, നിനക്കെന്താ തിരിഞ്ഞിട്ടില്ലേ? ഈ കൗമൊക്കെ ഇന്ന് വരെ പള്ള നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് അഭിപ്രായം ഉണ്ടോ നിനക്ക്? മുഹമ്മദിന്റെ അനുയായികളും ഇന്ന് വരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. നേരെ ചൊവ്വേ ഒരു 3 നേരം പള്ള നിറച്ച് ഭക്ഷണം കഴിച്ച ഒരു അവസ്ഥ അവർക്കില്ല. അങ്ങനത്തെ ഒരു ടീമിന്റെ ഭക്ഷണത്തിന്റെ ബാക്കി കിട്ടാൻ വേണ്ടി ഞാൻ പോയി എന്ന് പറഞ്ഞാൽ അതാരെങ്കിലും വിശ്വസിക്കുന്ന കാര്യമാണോ? ആ ദരിദ്ര വിഭാഗത്തിന്റെ കൂടെ ഒന്നും ഞാൻ പോവില്ല കേട്ടോ. മൂപ്പര് ഖുർആന്റെ മഹത്വം മറന്നു, തറവാടിത്തത്തിന്റെ അഹങ്കാരം പൊന്തി വന്നു. കണ്ടില്ലേ? പക്ഷേ ആ വലീദിന്റെ മനസ്സ് ഖുർആനിനോട് എപ്പോഴും ആ ആകർഷണ സ്വഭാവം നിലനിർത്തിയ മനസ്സായി നിലനിൽക്കുകയും ചെയ്യുന്നു. തറവാടിത്തത്തിന്റെ മഹിമയും അഹങ്കാരത്തിന്റെ കാഠിന്യവും അതായിരുന്നു വലീദിനെ നന്മയുടെ മാർഗത്തിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ വലീദിന്റെ മനസ്സിനെ പോലും ഖുർആനിക വചനങ്ങൾ എഴുതിയ ഭാഗങ്ങളെ കഷ്ടമായി പിച്ച് ചീന്തി വലിച്ചെറിഞ്ഞ വ്യക്തികൾ, അവരുടെ മനസ്സിനെ പോലും സ്വാധീനിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. ആധുനിക ശാസ്ത്രം ഖുർആനിലാണ് അവസാനത്തെ അഭയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവേഷണ നിരീക്ഷണ മേഖലകളിൽ പരാജയം സംഭവിക്കുന്ന മുഴുവൻ ആളുകളും, ബുദ്ധിജീവികൾ, ഗവേഷണത്തിന്റെ അവസാന വാചകം കണ്ടെത്തുന്നത് വിശുദ്ധ ഖുർആനിന്റെ പശ്ചാത്തലങ്ങളിലാണ് നാം കണ്ടെത്തണം. 35 വർഷക്കാലമായി ലോകത്തുള്ള വലിയ യൂറോപ്യൻ കൺട്രീസുകളിലുള്ള വിദഗ്ധ ശാസ്ത്രജ്ഞന്മാർ 35 വർഷക്കാലമായി നടത്തിയിരിക്കുന്ന ലോകോൽപത്തിയെ സംബന്ധിച്ചുള്ള പുതിയ പഠനം, ആ പുതിയ പഠനത്തിന്റെ അവസാനത്തെ പരിണിത ഫലം എവിടെ എത്തിയെന്നറിയോ? ലോകത്തിനുള്ളിൽ ഒരു ദൈവാംശം അവശേഷിക്കുന്നു എന്നത് തെളിയിക്കപ്പെടുന്നു എന്ന അവകാശവാദത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. 5000-ത്തിലധികം വരുന്ന ഗവേഷകന്മാർ, വലിയ ശാസ്ത്രജ്ഞന്മാർ പങ്കെടുത്തിരിക്കുന്ന സദസ്സിൽ ഈ നിരീക്ഷകന്മാർ സമർപ്പിച്ചിരിക്കുന്ന പ്രമേയം, അവരുടെ ഏറ്റവും വലിയ അവരുടെ സമർപ്പണത്തിൽ അവർ അവകാശവാദം ഉന്നയിക്കുന്നത് 5 വർഷത്തിനുള്ളിൽ ലോകം അത് പ്രകൃതിയുടെ വികൃതി അല്ല. ലോകം എന്ന് പറയുന്നത് അതേതെങ്കിലും ഒരു മൃഗത്തിൽ നിന്നുണ്ടായ പരിണാമം ശ്രദ്ധിച്ചിരിക്കുന്ന വിഭാഗമല്ല മനുഷ്യൻ. അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്നത് അഗ്നിഗോളം പൊട്ടിത്തെറിച്ചുണ്ടായതിന്റെ പേരിലുണ്ടായ ഒരു സ്ഫോടന പശ്ചാത്തലത്തുണ്ടായ വസ്തു അല്ല. ലോകം എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് തെളിയിക്കാൻ പോകുന്നു എന്ന് അവർ സമ്മതിക്കുന്നു. പക്ഷേ വെളിച്ചം കണ്ടുകൊള്ളണമെന്നില്ല. ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ അതിനെയും അട്ടിമറിച്ചേക്കാം. ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ അവിടെയും അട്ടിമറിച്ചേക്കാം. ഇരിക്കട്ടെ, വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ കൊച്ചാക്കി കണ്ട പല വിഭാഗവും ഖുർആനിനെ അതേ വാചകങ്ങൾ ഉയർത്തി കാണിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിനെതിരെ മാത്സര്യ ബുദ്ധിയോടുകൂടെ ശാസ്ത്രലോകം തിരിഞ്ഞുകുത്തിയിരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പരാമർശം എന്നറിയുമോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വളരെ വ്യക്തമായി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ബുദ്ധിജീവികളായ മനുഷ്യനെ ചിന്തിപ്പിക്കാൻ, പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉയർന്നുയർന്ന് പഠിക്കാൻ ഉപകരിക്കുന്ന രീതിയിൽ അള്ളാഹു ചോദിച്ചു, കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കടലുകളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? കത്തിജ്വലിക്കൊണ്ടിരിക്കുന്ന വെള്ള തടാകങ്ങളിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വിശുദ്ധ ഖുർആന്റെ ചോദ്യമായിരുന്നു. സുബ്ഹാന ജല്ലാലു. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ എവിടെയെങ്കിലും തീ പിടിച്ചാൽ, അഗ്നിബാധയുണ്ടായാൽ അവിടെ തീ കെടുത്താൻ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ വസ്തു എന്താ? ഫയർ സർവീസുകാരൻ ടാങ്കർ നിറച്ചും വെള്ളം അടിച്ച് വന്നിട്ട് ആ വെള്ളം അടിച്ചിട്ടാണ് ഈ തീ കെടുത്താൻ വേണ്ടി പോകുന്നത്. ആ തീ കെടുത്താൻ ഉപയോഗിക്കുന്ന വെള്ളം, ഈ വെള്ളം ആ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കടലുകളും അതുപോലെ തന്നെ വലിയ വലിയ ബഹറുകൾ, അത് കത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റുമോ? ഇതായിരുന്നു ചോദ്യം. അങ്ങനെ ഒരുപാട് കാലം ഈ ഖുർആനിക പരാമർശത്തെ
ഒരു പരിഹാസ മനോഭാവത്തോടുകൂടെ കണ്ടവരുണ്ടായിരുന്നു ശാസ്ത്രജ്ഞന്മാരിൽ. പക്ഷേ ഖുർആൻ എന്ത് പ്രഖ്യാപിച്ചാലും ഇസ്ലാം ഏത് വലിയ മൂല്യങ്ങൾ സമർപ്പിച്ചാലും അതിന്റെ പിന്നിലൊക്കെയും യാഥാർത്ഥ്യമുണ്ട് എന്ന അനുഭവത്തിൽ ബോധ്യപ്പെട്ട ചില ശാസ്ത്രജ്ഞന്മാർ ഏതായാലും അവരൊരു കാര്യം പഠന വിധേയമാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴാണ് വെള്ളത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഗവേഷകന്മാർ തീരുമാനിക്കുന്നത്. ഗവേഷകന്മാർ വെള്ളത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ എന്തൊക്കെയാണ്? ഘടകങ്ങൾ എന്തൊക്കെയാണ്? പഠന വിധേയമാക്കിയപ്പോൾ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ സംബന്ധിച്ച് അവസാനം എത്തിച്ചേർന്നിരിക്കുന്ന പഠന റിപ്പോർട്ട് എന്താണെന്നറിയോ? H2O. വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ ഘടകം 2 ഭാഗം ഹൈഡ്രജനും 1 ഭാഗം ഓക്സിജനുമാണ്. ഏറ്റവും കൂടുതൽ അഗ്നി അത് കത്തിജ്വലിക്കാൻ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന വസ്തുവാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ആ ഹൈഡ്രജനാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ അടങ്ങിക്കിടക്കുന്നത് കൊണ്ട് വെള്ളം കത്തുക എന്നുള്ളത് നിസ്സാരമായി ചിത്രീകരിച്ച് തള്ളിക്കൂടാ. അത് യാഥാർത്ഥ്യമാകാനേ സാധ്യതയുള്ളൂ. അവിടെ വെച്ചുള്ള ഗവേഷണത്തിലാണ് ആഴക്കടലുകളിൽ ഇന്നും കത്തിജ്വലിക്കുന്ന അഗ്നികടലുകളെ പോലും കണ്ടെത്താൻ ആധുനിക ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിച്ചത് എന്നതാണ് സത്യമെങ്കിൽ വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് തള്ളിമാറ്റാൻ പറ്റിയ ഗ്രന്ഥം അല്ല. ശത്രുക്കളുടെ മനസ്സുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. സാഹിത്യ സമ്പുഷ്ടമായ മനസ്സുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ എത്ര പിന്നിട്ട് പോയി നടക്കുന്ന ഗവേഷണങ്ങളിലും പരീക്ഷണങ്ങളിലും എന്ത് പഠന വിധേയമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മാർഗദർശിയാണ് ഖുർആൻ. അൽഹംദുലില്ലാഹ്. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്ന, ഈ വിനീതന്റെ ശബ്ദം കേട്ട് മാറി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരോട്, എന്റെ മുന്നിലിരിക്കുന്ന കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു കാലഘട്ടത്തിനും അവഗണിക്കാൻ കഴിയാത്ത, ഒരു വ്യക്തിത്വത്തിനും മാറ്റി നിർത്താൻ കഴിയാത്ത, ഒരു വിഭാഗത്തിനും തള്ളി മാറ്റാൻ കഴിയാതെ, ഇന്ന് വരെ ഒരക്ഷരം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാതെ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്ന പരാജയം ഏറ്റുവാങ്ങാതെ എല്ലാ വിഷയങ്ങൾക്ക് മുന്നിലും പരിഹാര സമർപ്പണമായി സമർപ്പിക്കാൻ പറ്റിയ അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ അനുഗ്രഹിച്ച് ലഭ്യമായ വിഭാഗമാണ് ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുർആന്റെ കാഠിന്യം മനസ്സിലാക്കണം. നാളെ ആഖിറത്തിലെത്തുന്ന സമയത്ത് പല അമ്പിയാക്കന്മാരും അള്ളാഹുവിന്റെ മുന്നിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നുള്ളതിന് സാക്ഷി പറയുന്നത് ഏതാണെന്നറിയോ? അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ദീർഘിച്ചു പോകുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ബഹുമാനം മനസ്സിലാക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിന് മാത്രമല്ല, കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ സുരക്ഷാ കവചമാണ് വിശുദ്ധ ഖുർആൻ. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാം, മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം. നാളെ കത്തിജ്വലിക്കുന്ന സൂര്യാഗ്നിയുടെ നേരെ ചുവട്ടിൽ, അതേ ആ വലിയ മഹ്ശറയിൽ സർവ്വ വിഭാഗവും സംഗമിക്കുന്ന ഒരു ലോകം. ആരും അതിൽ നിന്ന് മാറിയിട്ടില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ ആ സദസ്സിലുണ്ട്. സർവ്വ ഉമ്മത്തുകളുമുണ്ട്, എല്ലാ ജീവികളുമുണ്ട്, അല്ലാഹുവിന്റെ മഖ്ലൂഖാത്തുകൾ മുഴുവനും ഉണ്ട്. ആ വലിയ പ്രവിശാലമായ മഹ്ശറ, അതേ അവിടെ ഹിസാബിനെ അഭിമുഖീകരിക്കേണ്ടുന്ന ലോകമാണ്. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. മോനെ, നിനക്ക് റബ്ബ് കാണാൻ തന്ന കണ്ണില്ലേ, കേൾക്കാൻ വേണ്ടി തന്ന കാതില്ലേ, പറയാനും രുചിക്കാനും തന്ന നാവില്ലേ, കൊടുക്കാനും വാങ്ങാനും തന്ന കരങ്ങളില്ലേ, നടക്കാനും ഇരിക്കാനും ഉപകരിക്കുന്ന കാലുകളില്ലേ, നിന്റെ ശരീരത്തിന്റെ ഈ വ്യത്യസ്തമായ അവയവങ്ങൾ ഇത് റബ്ബ് വെറുതെ തന്നതാണെന്ന് മനസ്സിലാക്കരുത് കേട്ടോ. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇതെല്ലാം നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. കോടാനക്കോടി കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന സൂര്യഗോളം മനുഷ്യ ശിരസിന്റെ ഒരു ചാണുയരത്തിലുദിച്ച് വിയർപ്പിൽ മുറ്റി നെട്ടോട്ടമോടുന്ന മഹ്ശറയിൽ, അതേ അവിടെ ചോദ്യത്തിന് വിധേയമാക്കുന്ന അവയവങ്ങൾ
ഈ അവയവങ്ങളെ നാം സൂക്ഷിച്ച് ജീവിക്കണം. വിശുദ്ധ റമദാനിന്റെ നോമ്പനുഷ്ഠിച്ച അതേ പൊരിയുന്ന വിശക്കുന്ന പള്ളയോടെയാണ് നാം ഇരിക്കുന്നതല്ലേ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ അനുഷ്ഠിച്ച നോമ്പ് നിന്റെ പള്ള മാത്രം സഹിച്ചാൽ പോരാ കേട്ടോ. നീ അനുഷ്ഠിച്ച നോമ്പ് നിന്റെ വയറിലായാൽ മാത്രം പോരാ. നിന്റെ കണ്ണ് നോമ്പുള്ള കണ്ണാകണം, നിന്റെ കാത് നോമ്പുള്ള കാതാകണം, നിന്റെ നാവ് നോമ്പുള്ള നാവാവണം, നിന്റെ കൈകാലുകൾ നോമ്പുള്ള കൈകാലുകളാകണം, നിന്റെ അവയവങ്ങൾ മുഴുവനും നോമ്പനുഷ്ഠിക്കണം. എന്ന് പറഞ്ഞാൽ അന്നപാനീയങ്ങൾ അത് വർജിക്കണമെന്ന റബ്ബിന്റെ നിർദ്ദേശം അത് അംഗീകരിച്ചിട്ടാണ് നിന്റെ പള്ള വിശക്കുന്നതെങ്കിൽ അരുതാത്തതിലേക്ക് നോക്കില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെ കണ്ണ് ഹറാമിൽ നിന്ന് നോമ്പനുഷ്ഠിക്കണം. അതേ, അരുതാത്തതൊന്ന് പറയില്ലെന്ന നിർബന്ധ ബുദ്ധിയോടെ നാവിനെ അനാവശ്യങ്ങളിൽ നിന്ന് നീ പിടിച്ചു കെട്ടിയിരിക്കണം. നിന്റെ കൽബിനെ അനാവശ്യങ്ങളിൽ നിന്ന് പിടിച്ചു കെട്ടണം. നിന്റെ കൈകാലുകളെ അനാവശ്യങ്ങളിൽ നിന്ന് പിടിച്ചു കെട്ടണം. ഇതെല്ലാം കൂടെ നോമ്പനുഷ്ഠിക്കുമ്പോൾ മാത്രമേ നിന്റെ യഥാർത്ഥ പട്ടിണിക്ക് റബ്ബിന്റെ അടുക്കൽ ഖബൂലിയത്തുള്ളൂ. സയ്യിദുനാ അലിയുൻ കറമല്ലാഹു വജ്ഹഹു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് നോറ്റിട്ട് തൊള്ളവടായി അടിച്ചാൽ ആ പട്ടിണിക്ക് പ്രസക്തിയില്ല. നോമ്പ് നോറ്റിട്ട് ഹറാമായിരിക്കുന്ന സിനിമ കണ്ടാൽ, അത് TV നോക്കിയാൽ, നിഷിദ്ധങ്ങൾ ഹറാമായ അന്യ സ്ത്രീകളിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ നിഷിദ്ധങ്ങളിലേക്ക് നോക്കിയാൽ ആ പള്ള പട്ടിണി കിടന്നതിന് കാര്യമില്ല. നോമ്പുകാരനാൻ നീ, വിശന്നൊട്ടിയ പള്ളയാൻ. ഫിത്നയും ഫസാദും പറയുന്നത് കേൾക്കാൻ നീ പോയിരുന്നാൽ നിന്റെ നോമ്പ് നോമ്പല്ല കേട്ടോ. നിന്റെ നോമ്പിന്റെ പരിപൂർണത എവിടെയാണെന്നറിയുമോ? അത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ഇൽമിന്റെ ഏറ്റവും വലിയ കവാടം എന്ന് വിശേഷിപ്പിച്ച മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതെ, അത് നിന്റെ ഈ അവയവങ്ങളൊക്കെ നോമ്പനുഷ്ഠിക്കുന്ന സ്ഥലത്താണ്. ഇരിക്കട്ടെ, ആ പ്രവിശാലമായ മഹ്ശറ, ആ പ്രവിശാലമായ മഹ്ശറയിൽ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യം ഉറപ്പ്. ആ മഹ്ശറയിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് ഹിസാബിന് വേണ്ടി കൊണ്ടുവന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിനോട് അള്ളാഹുവിന്റെ ചോദ്യം, അല്ല കൂട്ടരെ, നിങ്ങളിലേക്ക് ഞാനൊരു പ്രവാചകനെ നിയോഗിച്ചിട്ടില്ലേ? ആ പ്രവാചകൻ നിങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചില്ലേ? ആ പ്രവാചകൻ അരുതായ്മകളെ തൊട്ട് നിങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടില്ലേ? ആ പ്രവാചകൻ നന്മകളിലേക്ക് നിങ്ങൾക്ക് പ്രചോദനം നൽകിയിട്ടില്ലേ? എന്നിട്ട് എന്തേ നിങ്ങൾ അനുസരിക്കാതെ പോയത്? സുബ്ഹാന ജല്ല ജലാലുഹു. ഒരറ്റടിക്ക ഖൗമ് നിഷേധിക്കുക, പടച്ചോനെ, ഞങ്ങളിൽ അങ്ങനെ ഒരു പ്രവാചകനെ നീ നിശ്ചയിച്ചെന്നോ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും നീ നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രവാചകൻ നിശ്ചയിച്ചെങ്കിൽ തന്നെ ഞങ്ങളിൽ വന്നിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം പ്രബോധനം നടത്തിയിട്ടില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. ആരെപ്പറ്റിയാണ് ഈ പറയുന്നത്? നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി. പ്രവാചകന്മാരുടെ കണ്ണികളിൽ അത്ഭുതം സൃഷ്ടിച്ച മഹാനാണ്. ആയാതിൻ മുബയ്യിനതിൻ ഫി ഖൗമിഹി അൽഫ ആമിൻ ഗൈറ 50. 950 വർഷക്കാലം സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി തിരിച്ച് പ്രബോധനം നടത്തിയ പ്രവാചകനെ പറ്റിയാ പറയുന്നത്. ആ പ്രവാചകൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്, അല്ല നൂഹ് നബിയെ, അങ്ങയെ ഞാൻ പ്രവാചകനായി ഈ ഉമ്മത്തിലേക്ക് നിയോഗിച്ചതല്ലേ? നിങ്ങൾ പോയിട്ടില്ല, നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, അധിപനായ റബ്ബേ, എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് ഞാൻ അവരിൽ നടത്തിയിട്ടുണ്ടെന്നത് സത്യമാണ് റബ്ബേ. ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാമിനോട് ചോദ്യം, എങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത്? നൂഹ് നബി അലൈഹിസ്സലാം ഒരു സെക്കൻഡ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോ ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് ആരാന്നറിയോ? ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട പ്രഗൽഭന്മാർ. അവരോടി വന്ന് പറയുന്നു, റബ്ബേ, നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയിട്ടുണ്ട് എന്നതിന് സാക്ഷി ഞങ്ങളാണ് റബ്ബേ, ഞങ്ങളാണ്. ആരാ സാക്ഷി പറയുന്നത്? ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മുടെ നിലവാരത്തെ പറ്റി ഒന്ന് പഠിക്കണം, നമ്മുടെ സ്റ്റാൻഡിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. അലപരാധികളായി ജീവിക്കേണ്ടവരല്ല നമ്മൾ, വളരെ മാന്യത പുലർത്തി ജീവിക്കേണ്ടവരാണ്. ഏതെങ്കിലും പേക്കൂത്തികളായി മാറേണ്ടവരല്ല നാം.
പേക്കൂത്തുകളിൽ നിന്ന് മാറി മാന്യതയുടെ റൂട്ടിലൂടെ സഞ്ചരിക്കേണ്ടവരാണ്. ആഖിറത്തിൽ പോലും ചങ്കൂറ്റത്തോടെ തല ഉയർത്തി നടത്തേണ്ടത് നിൽക്കേണ്ട ഒരു ടീമാണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഏറ്റവും വലിയ ഗ്രേഡ് നിലനിർത്തേണ്ടുന്ന സ്റ്റാൻഡേർഡ് നിലനിർത്തുന്ന ഉമ്മത്ത് അത് റസൂലുള്ളാഹിന്റെ ഉമ്മത്താണെന്ന് ഖുർആൻ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മളെപ്പറ്റി നമുക്കൊരു അഡ്രസ് ഇല്ല എന്നതാണ് വലിയ സങ്കടം. നമ്മളിപ്പോഴും എന്തോ ഒരു ഹാവുലായി കൗമാൻ മാറി ചിന്തിക്കാൻ തയ്യാറാകണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്ത് ഈ വാദവുമായിട്ട് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ സ്വാഭാവികമായി നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്തൊരു ചോദ്യം. എന്തേ ചോദ്യം? അല്ല കൂട്ടരെ, ഞങ്ങൾ ജീവിച്ച് മരിച്ച് എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഞങ്ങളെ കാണുക പോലും ചെയ്യാത്ത നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളിലൊരു പ്രവാചകൻ വന്നു, ഞങ്ങളിൽ അങ്ങനെ ഒരു സേവനം നടത്തിയെന്നില്ല നിങ്ങൾ സാക്ഷി പറയുക? ഇത് കള്ളസാക്ഷിയല്ലേ? നിങ്ങൾ കാണാത്തവരല്ലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽപ്പെട്ട പ്രഗത്ഭന്മാർ അല്ലാഹുവിന്റെ മുന്നിൽ അധികാര സ്വഭാവത്തോടെ പറയുന്നൊരു മറുപടിയുണ്ട്. മഹാരഥന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയത് കാണാം. റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്ത് വളരെ അധികാരത്തോടെ തന്നെ പറയുന്നത്, ഓ റബ്ബേ, അവർ പറഞ്ഞ വാദമുഖം ശരി തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് പിന്നിട്ട് വന്നവരാണ്, ഞങ്ങളുടെ മുൻഗാമികളാണ് അവർ. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാം ഈ സമൂഹത്തിൽ അവതരിച്ചിട്ടുണ്ട്, അവരിൽ ദഅവത്ത് നടത്തിയിട്ടുണ്ട്. ഇവർ അനുസരിക്കാത്തവരാണ് എന്നതിന് ഞങ്ങൾക്ക് തെളിവ് മറ്റൊന്നുമല്ല. ഞങ്ങൾ സാക്ഷി പറയാമെന്ന് പറഞ്ഞത്, ഞങ്ങൾക്കതിന് സാക്ഷിയുള്ളത് നിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനാണ്. നിന്റെ കലാമാകുന്ന ഖുർആൻ അത് കളവല്ലല്ലോ. നിന്റെ കലാമാകുന്ന ഖുർആൻ അത് സത്യത്തിന് വിരുദ്ധമാകാൻ പറ്റില്ലല്ലോ. നിന്റെ ഖുർആൻ ഞങ്ങൾക്ക് സാക്ഷിയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിനെ നീ പ്രവാചകനായി നിയോഗിച്ചിട്ടുണ്ടെന്നതിന് നിന്റെ ഖുർആൻ ഞങ്ങൾക്ക് സാക്ഷിയാണ്. ഈ ഉമ്മത്തിൽ ആ മഹാവ്യക്തിത്വം ദഅവത്ത് നടത്തിയിട്ടുണ്ട് എന്നത്, ഇവർ ആ പ്രവാചകനെ അവഗണിച്ചു എന്നതിനും നിന്റെ ഖുർആൻ തന്നെ സാക്ഷിയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്ര സംഭവം വളരെ വ്യക്തമായി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഭാഗം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് പറയുന്നത്, നിന്റെ ഖുർആൻ ഞങ്ങൾക്ക് സാക്ഷിയാണ് ഈ പ്രവാചകൻ ദഅവത്ത് നടത്തിയെന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ സാക്ഷി പറയുന്നതെന്ന് പറയുമ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്ത് തല കുലുക്കി അവർ തല താഴ്ത്തിക്കൊണ്ട് പരാജയം സമ്മതിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നൂഹ് നബി അലൈഹിസ്സലാമിന് സാക്ഷി വചനമായി ഖുർആനിൽ കൊണ്ടുവരുന്നത് ഏതാണെന്നറിയോ? അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ വിശുദ്ധ ഖുർആൻ. ആഖിറത്തിൽ ഏറ്റവും വലിയ ഗ്രാൻഡ് നിലനിർത്തുന്ന ഖുർആൻ, ദുനിയാവിൽ ഇതുവരേക്കും സ്റ്റാൻഡേർഡ് തെളിയിച്ച ഖുർആൻ, എല്ലാ ഖൈറുകളും നമ്മിലേക്ക് എത്തിച്ചു തരുന്ന ഖുർആൻ. ആ ഖുർആനിന്റെ അവകാശികളായ നമ്മൾ ഇന്ന് ഖുർആനുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് ജീവിക്കുന്നതെന്ന ഒരു ചെറിയൊരു പഠനത്തിന് വേണ്ടിയെങ്കിലും ഈ നടക്കുന്ന പ്രഭാഷണ വേദികൾ നാം ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഞാൻ എൻ്റെ ശരീരത്തെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെ ഞാൻ തെര്യപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഞാനൊരു ചെറിയ കാര്യവും കൂടെ ഓർമ്മപ്പെടുത്തി എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. ഖുർആന്റെ ബഹുമാനം പറഞ്ഞു തീർക്കാൻ കഴിയില്ല, റസൂലുള്ളാഹി തങ്ങളുടെ ബഹുമാനം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പിന്നെ അത് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ബർക്കത്ത് നമുക്ക് കിട്ടാൻ, പിന്നെ ഒരല്പമെങ്കിലും നമ്മുടെ ഖൽബിലൊന്ന് ഇറങ്ങി കിട്ടാൻ ഞാനൊരു കാര്യവും കൂടെ പറയട്ടെ. ഈ ഖുർആനെ പറ്റി പഠിക്കാൻ നാം ശ്രമിക്കണം, അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പഠിക്കാനും ശ്രമിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബിനെ പറ്റി നന്നായി പഠന വിധേയമാക്കേണ്ട സമയമാണിപ്പോ. ഖുർആനിന്റെ ജീവിക്കുന്ന തെളിവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി തങ്ങളെ ഇന്ന് കൊച്ചാക്കി കാണിക്കുന്ന ഒരു അവസ്ഥയാണ് സമൂഹത്തിന്റെ മുക്കുമൂലകളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സാധാരണക്കാരനെന്ന് പറയാൻ, അള്ളാഹുവിന്റെ ഹബീബ് അറബി പയ്യനാണെന്ന് പറയാൻ, അത് മക്കത്തെ മമ്മദ്ക്കയാണെന്ന് പറയാൻ, മയമാക്കയാണെന്ന് പറയാൻ, പ്രവാചകനെ സംബന്ധിച്ച് ലോക ചരിത്രത്തിൽ ഇസ്ലാമിക വിരുദ്ധ ചേരികളുടെ നിൽക്കുന്ന നേതൃത്വം പോലും പറയാത്ത ഭാഷകൾ ഉപയോഗിച്ച് ഈ ഇസ്ലാമിന്റെ ചാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടീം അള്ളാഹുവിന്റെ ഹബീബിനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ കണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കണം. പഠിച്ചു തീർക്കാൻ കഴിയുന്നത് കൊണ്ടല്ല, മറിച്ച് ഒരല്പമെങ്കിലും നമ്മുടെ കൽബിൽ ഇടം നേടാൻ. നമ്മുടെ കൽബ് അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി ഒന്നുമില്ലാത്ത ഖാലിയായ കൽബായാൽ ഇത്തരത്തിലുള്ള അപകടകരമായ വാദങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചെടുക്കും. അതിന് പറ്റാവുന്നതൊക്കെ നാം മാർഗങ്ങളൊക്കെ കണ്ടെത്തണം. അള്ളാഹു നാം അനുഗ്രഹിക്കട്ടെ. ഖുർആനെ സംബന്ധിച്ച് നാം പഠിക്കണം, അള്ളാഹുവിന്റെ കലാമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനുമായി സംവദിച്ചത് 3 രൂപത്തിലാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്.
ഒരു മുസ്ലിം ഖുർആനുമായി സംവദിക്കേണ്ടത് 3 രൂപത്തിലാണ്. ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ ഓതി കേൾപ്പിച്ചിരിക്കുന്ന ആയത്ത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അക്രമത്തിന്റെ പാതയിൽ നിന്ന് മുക്തി നേടാൻ, പിഴവിന്റെ വഴികളിൽ നിന്ന് മാന്യതയുടെ ശുദ്ധിയുടെ വഴിയിലേക്ക് തിരിച്ചു വരാൻ ഖുർആനുമായി വിശ്വാസികൾ 3 രൂപത്തിൽ സംവദിക്കണമെന്ന് ഈ ഖുർആനിക വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി സംവദിക്കേണ്ടുന്ന രൂപം യത്ലു അലൈഹിം ആയാതി, അല്ലാഹുവിന്റെ ഹബീബ് ആ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെയാണ് സമൂഹത്തെ മാറ്റിയെടുക്കാനും സ്വയം പ്രതിഫലം നേടാനും ശ്രമിച്ചത് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഒന്നാമതായി ഏറ്റെടുക്കേണ്ടിയിരിക്കുന്ന ബാധ്യത ഖുർആനോത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അർത്ഥം തിരിയട്ടെ തിരിയാതിരിക്കട്ടെ, നന്നായി ഖുർആൻ ഓതിപ്പടിക്കുകയും അത് നന്നായി കഴിവിന്റെ പരമാവധി ഖുർആൻ ഖത്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം. നമ്മുടെ പൂർവീകന്മാരായ ആളുകൾ, മഹത്തുക്കളൊക്കെ അവരുടെ കറാമത്തുകളും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും ഉപയോഗപ്പെടുത്തി ഒരു ദിവസം കൊണ്ട് 2 പ്രാവശ്യം ഖുർആൻ ഖത്മ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഒരു ദിവസത്തിൽ 1 പ്രാവശ്യം ഖുർആൻ ഖത്മ ചെയ്തെന്നുണ്ടവരറിയാം. 3 ദിവസം കൊണ്ട് ഖുർആൻ ഖത്മ ചെയ്തവരുണ്ടെന്നറിയാം. ഏറ്റവും ചുരുങ്ങിയത് 40 ദിവസം കൊണ്ട് ഖുർആൻ ഖത്മ ചെയ്യാത്ത സാലിഹീങ്ങൾ ലോകത്തുണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ആ രീതിയിൽ ഖുർആനിക പാരായണം അത് നന്നായി വർദ്ധിപ്പിക്കുക. ഖുർആൻ ഓതാൻ അറിയാത്തവർ അല്പം എങ്ങനെയെങ്കിലും തപ്പി തടഞ്ഞെങ്കിലും ഓതി പഠിച്ച് പിന്നീട് അത് വൃത്തിയായി ഓതാനുള്ള ശ്രമം നടത്തണം. അതും കഴിയാത്തവർ ഉള്ള സമയം ഉപയോഗപ്പെടുത്തി, ഞാൻ വയസ്സനാണെന്ന് ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഞാനൊരു ചെറുപ്പക്കാരനല്ലേ എങ്ങനെ ഇപ്പോൾ എന്ന് ചിന്തിക്കാതെ, ഒരു ഉസ്താദിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഒന്ന് ഓതി പഠിക്കാൻ ഒരു ദിവസത്തിൽ ഒരു 20 മിനിറ്റെങ്കിലും ഉപയോഗപ്പെടുത്തി ഖുർആനിക പഠനത്തിന് വേണ്ടി നാം ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.